Hi guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരും കൂടെ ഒരു സ്ഥലത്ത് ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ വിചാരിച്ചു. സോ നമ്മൾ കുറച്ച് ഷോക്കിംഗ് ആയിരുന്നു, അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടത് നമ്മൾ കുറച്ച് ഷോക്കിംഗ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഷോക്കായോ ഇല്ലയോ എന്ന് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ കാണാം. ലെറ്റ്സ് ഗോ. മനുഷ്യൻ ചന്ദ്രമണ്ഡലത്തിൽ തന്റെ വാസസ്ഥലം ഒരുക്കുന്ന ഈ കാലഘട്ടത്തിലും ആധുനികത തൊട്ടുതീണ്ടാത്ത നരഭോജികളായ കാട്ടുമനുഷ്യർ നിലനിൽക്കുന്നു എന്ന സത്യം സത്യമായി തന്നെ അവശേഷിക്കുന്നു. അത്തരമൊരു സാങ്കല്പിക വനമേഖലയിലേക്ക് നമുക്ക് പോകാം. ഓടിച്ച നീ മരുന്ന് വെച്ചിട്ടുണ്ടോ? ഇവിടെ ഉള്ള മറന്നു കൊടുത്താൽ മതി, 1/2 സ്പൂൺ വെച്ച്. ഉച്ചക്കിരുന്നോളം വിമാനാണ്. അപ്പൊ പോവാലേ? ഓക്കെ. എടപ്പിലി സ്റ്റോപ്പിലിട്ടാ ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. കുറച്ചു നാളായില്ലേ ഒന്ന് ദേഹം അനങ്ങിയിട്ട്. നീ പോയിട്ട് വണ്ടി വിട്. ഇടയ്ക്കിടയ്ക്കൊന്ന് അറിഞ്ഞ് ചുവട് വെച്ചില്ലെങ്കിൽ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്താണ് ഒരു സൈഡ് വലിവ്? മുതലാളി പിടിച്ച് വലിച്ചിട്ടല്ലേ? നീ പിടിച്ച് തള്ളല്ലേ? ഓഹോ, അപ്പൊ ഇവനായിരുന്നല്ലേ ഡ്രൈവർ. നമുക്ക് ഫ്ലൈൻ പൊക്കിന്റെ അധികം കഴിക്കാം. ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയറിയില്ല. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഞാൻ തേങ്ങോട്ടപ്പേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. കാട്ടി വന്നാലേ അവന്റെ വായി ചെന്ന് വിടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുഭൂമി പോയി രസപ്പെടാ. ഞാൻ പോകുന്നു. ബൈ ബൈ. ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.